അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിൽ ഫായിസിന ബിറളില്ലാഹി അമ്മാ ബഅദ്. റബ്ബി സിദ്നാ ഇൽമൻ വഹൽമൻ വഫഹ്മൻ വഅഖ്ലൻ വദബൻ കാമില റബ്ബി തമിൻ ബിൽ ഖൈരി വസ്സഅദ. ബഹുമാനമുള്ള ഫത്ഹുൽ മിൻ അൽഫിയ ക്ലാസ് റൂമിലെ സബക്കിലെ ബഹുമാനികളെ, വേണ്ടപ്പെട്ടവരെ, നമ്മുടെ ഫത്ഹുൽ മിൻ ക്ലാസിന്റെ ബാക്കി ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നലെ നമ്മൾ പറഞ്ഞു വന്നത് കുളിയുടെ സുന്നത്തുകളായിരുന്നു. അതില് ചിലതെല്ലാം നാം ചർച്ച ചെയ്തു. ഇനി അതിന്റെ ബാക്കി ഭാഗം ശ്രദ്ധിക്കാം. ഒട്ടിച്ചുളിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളെ ഒക്കെ സൂക്ഷിച്ച് കഴുകൽ സുന്നത്താണ്. ഉദാഹരണത്തിന് ചെവിയുടെ ഇടുക്കുകൾ ഒക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ശരിക്കും വെള്ളം ചേർന്ന് ശ്രദ്ധിച്ചോ എന്ന് നോക്കിയിട്ട് കഴുകണം. വല്യബിത്തി, കക്ഷം, അതുപോലെ തന്നെ സുറത്ത്, പൊക്കിള് ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. കുളിക്കുന്ന സമയത്ത് പൊക്കിളിന്റെ ഉള്ളിൽ വിരലൊന്നും ഇട്ടിട്ടൊന്ന് ഇളക്കണം, എന്നിട്ട് കുളിക്കണം, അല്ലെങ്കിൽ ആ കുളി സാധുവാകുകയില്ല. അതുപോലെ തന്നെ മനോഹരം ചെയ്യുന്ന സ്ഥലങ്ങൾ, അവിടെയും വെള്ളം ചേർന്നോ ഇല്ലയോ എന്ന് ശ്രദ്ധിച്ച് വെള്ളം ആക്കി ശരിക്ക് കഴുകി വൃത്തിയാക്കി കുളിക്കേണ്ടതാണ്. അതാണ് പറയുന്നത്. പൊട്ടിച്ചുളിഞ്ഞ് മയമായ സ്ഥലങ്ങൾ എന്നാണ് അത് നമ്മൾ മലയാളത്തിൽ പറയാം. അതായത് ഇടുക്കുകളൊക്കെ ഉള്ളത്, തൊലിയൊക്കെ ഇങ്ങനെ കൂടി പിടിച്ചിരിക്കുന്നത്, അത് തണുപ്പിനൊക്കെ ആവുമ്പോ ഇപ്പോൾ പറഞ്ഞാല് മനസ്സിലാകാം. ശക്തിയായ തണുപ്പൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അത് വല്ലാതെ ഒട്ടിയിട്ടുണ്ടാവും. അപ്പൊ അവിടെ വെള്ളം ചേരില്ല, വെള്ളം ചേർത്താൽ തന്നെ ചേരുകയുള്ളൂ. അതുകൊണ്ട് ആ സ്ഥലങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതിന് ഉദാഹരണം ഉദിനി, ചെവി പോലെ, വല്ലുബത്തി, കക്ഷം, വസുറത്തി, പൊക്കിള്, വൽമൂക്കി, പീളക്കുഴി, അതുപോലെ തന്നെ മഹല്ലി ഷക്കൻ, അതായത് വിണ്ട് കീറിയ സ്ഥലങ്ങളൊക്കെ. അതുപോലെ തന്നെ താഹുദ് ഉസൂരി ഷഅരിൻ, മുടിയുടെ അസ്ലി, അതിന്റെ മുരട് സൂക്ഷിച്ച് കഴുകൽ സുന്നത്താണ്. അതൊക്കെ കഴുകിയതിന് ശേഷം സുമ്മ ഗസ്ലു റഅസിൻ ബിൽ ഇഫാദത്തി അലൈഹി, തലന്റെ മേൽ വെള്ളം ചൊരിച്ചിട്ട് കഴുകേണ്ടതാണ്. ബഅദ തഖ്ലീലിഹി, ആ റഅസിനെ ഒന്ന് തഖ്ലീൽ ചെയ്തിട്ട്, മുടി ഉണ്ടെങ്കിൽ ആ മുടിന്റെ അടിയിൽ കൂടി വിരലിങ്ങനെ കടത്തിയിട്ട് ഒന്നിങ്ങനെ തഖ്ലീൽ ചെയ്യുക, ഒന്നിങ്ങനെ ചിക്ക കറുത്തുക. അങ്ങനെ വിരല് അതിന്റെ കുറ്റിയിലേക്കൊക്കെ ഒന്ന് എത്തിച്ചിട്ട് അങ്ങനെ ചിക്ക കത്തിയതിനു ശേഷമാണ് വെള്ളം ചൊരിക്കേണ്ടത്. ഇൻകാന അലൈഹി ഷഅറുൻ, ആ തലയിൽ മുടി ഉണ്ടെങ്കിൽ. വലാ തയമുന ഫീഹി, ആർക്ക് അതില് ആ റഅസില് തലയിൽ വലത്തേനെ മുന്തിക്കേണ്ടതില്ല. അല്ലെ ഗൈരി അഖ്ത അല്ലാത്തവന് അതില്ല. കൈ സ്വന്തം, അതായത് അഖ്ത എന്ന് പറഞ്ഞാൽ സ്വന്തം നിലക്ക് ഇഫാദത്ത് വെള്ളം ചൊരിക്കാൻ കഴിയുന്ന ആൾക്ക് വലത്തേനെ മുന്തിക്ക എന്ന് പറഞ്ഞത് ഇല്ല. അങ്ങനെ അഖ്ത ആണെങ്കിൽ, അതായത് കൈ മുറിച്ചവന് അതിനെ ചെയ്യാൻ കഴിയാത്തവനാണ് എങ്കിൽ എന്തുണ്ട്, അവിടെ വലത്തേനെ മുന്തിക്കേണ്ടത് ഉണ്ട്. പിന്നെന്താ വേണ്ടത്? സുമ്മ ഗസ്ലി ഷഖ്ൽ അയ്മനി, അപ്പൊ തലയിലേക്ക് വെള്ളം ചൊരിച്ചാൽ മതി. പിന്നെ രണ്ടാമത് വലഭാഗത്തേക്ക് വെള്ളം ചൊരിക്കുക. സുമ്മ ഐസറ, പിന്നെ ഇടഭാഗത്തേക്ക് ചൊരിക്കുക. ഇങ്ങനെയാണ് കഴുകേണ്ടത്. അപ്പൊ അക്കത്തെ ആളെന്ന് പറഞ്ഞാൽ സ്വന്തം ഇഫാദത്ത് ചൊരിക്കാൻ കഴിയാത്ത ആള്, ആ ആൾക്കാവുമ്പോൾ വലത്തേനെ മുന്തിക്കേണ്ടതുണ്ട്. റൗസിൽ മുന്തിക്കണം, മറ്റുള്ളിടത്തും വേണം. അതേ സമയത്ത് അക്കത്തെ അല്ലാത്ത ആളാണ് എങ്കിൽ ആ ആൾക്ക് എന്ത് മതി? വെള്ളത്തെ ചൊരിച്ചാൽ മതി. തേച്ച് കഴുകുകയും വേണം. ലിമാ ഒന്നിന്, തസിലുഹു, ആ ഒന്നിലേക്ക് ചേരുന്നു, യദുഹു, അവന്റെ കൈ എത്തുന്ന സ്ഥലത്തൊക്കെ അവൻ തേച്ച് കഴുകണം. ഒന്ന് വരച്ച് ചെണ്ടക്കിട്ടിട്ടൊന്ന് തേച്ച് കഴുകണം. മീൻ ബദനിഹി, അവന്റെ ശരീരത്തിൽ നിന്ന് കൈ എത്തുന്ന സ്ഥലത്തൊക്കെയും അവൻ എന്ത് വേണം? തേച്ച് കഴുകണം. എന്തിനാ തേച്ച് കഴുകൽ സുന്നത്താണെന്ന് പറഞ്ഞ്? ഖുറൂജ മിൻ ഖിലാഫി മൻ ഔജബഹു, ആ തേച്ച് കഴുകല് വുജൂബാണെന്ന് പറഞ്ഞവരുടെ അഭിപ്രായത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് അപ്പോ അവരുടെ ഇമാം മാലിക് എന്നവര് ഒക്കെ ആ അഭിപ്രായക്കാരാണ്. അപ്പൊ അവരുടെ അഭിപ്രായത്തിൽ നിന്ന് പുറത്തു വരാനെന്ന് പറഞ്ഞാൽ ആ അഭിപ്രായത്തെയും മാനിച്ചു ഇതിന്റെ പേരിൽ എന്ത് വേണം? അങ്ങനെ തേച്ച് കഴുകൽ സുന്നത്താണ്. എന്ത് വേണം? 3 പ്രാവശ്യം കൊണ്ടുവരലും സുന്നത്താണ്. ബദനി, ശരീരം മുഴുവനും 3 പ്രാവശ്യം കഴുകലും സുന്നത്താണ്. തേച്ച് കഴുകലിനെ കൊണ്ടുവരലും 3 പ്രാവശ്യമാക്കൽ സുന്നത്താണ്. തസ്മിയത്തി, ബിസ്മിയെയും കൊണ്ടുവരണം. വദ്ദിക്രി അഖിബഹു, ഗുസ്ലിന്റെ ഉടനെയുള്ള ദിക്റിനെയും കൊണ്ടുവരണം. അപ്പൊ തസ്ലീസുൻ ലിഗസ്ലി ജമീഇൽ ബദനി, ശരീരം മുഴുവത്തിന് 3 പ്രാവശ്യം കൊണ്ടുവരിക എന്നതും
ഏതാണ്? സുന്നത്താണ്. പിന്നെ തസ്രീസുൻ ദൽക്കി, ദൽക്ക് എന്ന് പറഞ്ഞാൽ തേച്ച് കഴുകുന്നതിനെ കൊണ്ടുവരണം. തസ്മിയത്തി ബിസ്മിനെയും, അപ്പോ ശരീരം മുഴുവൻ കഴുകലിനെ 3 പ്രാവശ്യം കൊണ്ടുവരിക, അത് സുന്നത്താണ്. ദൽക്കി തേച്ച് കഴുകലിനെയും കൊണ്ടുവരൽ ഏതാണ്? സുന്നത്താണ്. തസ്മിയത്തി ബിസ്മി ചൊല്ലലിനെയും കൊണ്ടുവരണം. ദിക്രി അഖിബഹു, ഗുസ്ലിന്റെ മുമ്പുള്ള ദിക്റിനെ കൊണ്ടുവരിക, അതും ഏതാണ്? സുന്നത്താണ്. വയഹ്സുലു ഫി റാഖിദിൻ, അതായത് കെട്ടി നിൽക്കുന്ന വെള്ളം അത് വളരെ കുറഞ്ഞ ആണെങ്കിലും അതിൽ നിന്നും ഹാസിലാകും. ബി തഹറുക്ക് ജമിഅൽ ബദനി, ശരീരം മുഴുവനും ഒന്നും ഇളക്കിയാൽ മതി. 3 പ്രാവശ്യം. വൈലം ഞങ്കുൽ ഖദമഹി, അങ്ങനെ നിൽക്കുന്നത് കാലിന്റെ പാദത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് ഇല്ല എങ്കിലും ശരി, അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. മൗദിൻ ആഖറ, മറ്റൊരു സ്ഥലത്തേക്ക് അതിനെ നീക്കിയിട്ടില്ലെങ്കിലും പ്രബലമായ അഭിപ്രായ പ്രകാരം പ്രബലമായ അഭിപ്രായ പ്രകാരം എന്ത് കിട്ടും? 3 പ്രാവശ്യം കൊണ്ടുവരാന്നുള്ള ആ സുന്നത്ത് കിട്ടുന്നതാണ്. അപ്പോ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഒട്ടിച്ചുടിഞ്ഞ സ്ഥലങ്ങളെ കഴുകണം, തേച്ച് കഴുകണം, 3 പ്രാവശ്യം കൊണ്ടുവരണം, ശരീരം മുഴുവനും 3 പ്രാവശ്യം കഴുകൽ സുന്നത്താണ്. അതിന്റെ ഉടനെയുള്ള ദിക്റുകളെ, അതായത് ഈ പറഞ്ഞ തസ്മിയത്ത്, ദിക്റ്, അതിന്റെ ഉടനെയുള്ള ദിക്റുകളൊക്കെയും 3 പ്രാവശ്യം കൊണ്ടുവരൽ സുന്നത്താണ്. ഏതാണ് 3 പ്രാവശ്യം കൊണ്ട് ദിക്റ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, നമ്മൾ പിന്നെ കൈകളെ കഴുകുമ്പോൾ കൊണ്ടുവരണ്ടല്ലോ, അതുപോലെ തന്നെ ബിസ്മി, അതെല്ലാം കൊണ്ടുവരണം. ഏതല്ല? കുളി കഴിഞ്ഞതിന് ശേഷമുള്ള ദിക്റല്ല, അത് വേറെ ഇനി പറയും. അതായത് ആ ഷഹാദത്തൊന്നും കൊണ്ടുവരൽ സുന്നത്താണ്. അത് പിന്നെ കുളിയുടെ ശേഷവുമുണ്ട്, വുളുവിന്റെ മാതിരി. അപ്പൊ എന്താ പറയുക, ഈ ശരീരം യജ്ഞത്തിനെ 3 പ്രാവശ്യം കഴുകുന്നതും അതുപോലെ തന്നെ, അപ്പോ കുളിയുടെ സുന്നത്തുകളാണ് ഈ പറയുന്നത്. കുളിയെ സംബന്ധിച്ച് പലപ്പോഴും സംശയങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ സഹോദരന്മാരെന്നൊക്കെ. അപ്പൊ ഇത് വളരെ ശ്രദ്ധിക്കുക. അപ്പൊ എങ്ങനെയാണ്? നെയ്യത്ത് വെക്കണം, ശരീരം മുഴുവനും വെള്ളാക്കുക എന്നുള്ളതാണ് ഫറല്. അതോടെ ഫറല് വീടി. ഇനി സുന്നത്തുകളാണ് നമ്മൾ എണ്ണിയിട്ടുള്ളത്. ആ സുന്നത്തുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ ഇന്നൊക്കെ പറഞ്ഞത്. പിന്നെ ബിസ്മില്ലൊരു സുന്നത്താണ്, മിളാച്ചമായതിനെ നീക്കണം, അതുപോലെ തന്നെ വുളു എടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഇന്ന് പറഞ്ഞത് ചൊട്ടിച്ചൊളിഞ്ഞമായ സ്ഥലങ്ങളൊക്കെ സൂക്ഷിച്ചു കഴുകണം, തേച്ച് കഴുകണം, 3 പ്രാവശ്യം കൊണ്ടുവരണം. അത് 3 പ്രാവശ്യം ആ ദിക്റും അതുപോലെ തസ്മിയത്തും ആ തെൽക്കും ഒക്കെ കൊണ്ടുവരലൊക്കെ സുന്നത്താണ്. ഇനിയോ കുളിക്കുന്ന സമയത്തും എന്ത് തന്നെ വേണ്ടത്? വൈസ്തിഖ്ബാലുൽ ഖിബ്ലത്തി, ഖിബ്ലയിലേക്ക് മുന്നിടലും സുന്നത്താണ്. അപ്പൊ മുവാലാത്തുൻ, തുടർച്ചയായിട്ട് കൊണ്ടുവരലും. അതായത് ആദ്യം തല കഴുകി, പിന്നെ ഒന്ന് കടന്നുറങ്ങി, പിന്നെ കുറച്ച് എണീറ്റിട്ട് പിന്നെ കൈ കഴുകി, അങ്ങനല്ല, തുടർച്ചയായിട്ട്, അതായത് ഒന്ന് കഴിഞ്ഞ് ഒന്ന്, അങ്ങനെ നിലക്കന്നെ തുടർച്ചയായിട്ട് കൊണ്ടുവരലും സുന്നത്താണ്. തെർക്ക് താലിമിനും തക്കല്ലുമിനും, കുളിക്കുമ്പോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, സംസാരം ഉപേക്ഷിക്കലും സുന്നത്താണ്. ബിലാ ഹജ്ജ്, ആവശ്യമില്ലാതെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അപ്പൊ പറയണം, അല്ലെങ്കിൽ ആവശ്യമില്ലെങ്കിൽ പറയരുത്. തൻഷീഫും ബിലാ ഉദരിൻ, ഒരു കാരണമില്ലാതെ വെറുതെ തോർത്താ കുളിച്ചാൽ തോർത്തലും സുന്നത്തില്ല. പക്ഷെ ഇനി ശ്രദ്ധിക്കുക, വയസ്സന്നു ഷഹാദത്താനി, നമ്മൾ വുളുയിൽ പറഞ്ഞിട്ടുണ്ട്, വുളു കഴിഞ്ഞ ഉടനെ 2 കൈകളും മേൽപോട്ട് ഉയർത്തിയിട്ട് സുന്നത്തുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഖിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ എന്ന്. അതിനുശേഷം സൂറത്തുൽ ഖദ്ർ ഓതണം എന്ന് നമ്മൾ ഇന്നലെ മുസ്ലിമിന്റെ ഒരു ദിവസം എന്നുള്ള വിഷയത്തിൽ പറഞ്ഞു. അതിൽ 3 പ്രാവശ്യോത, 1 പ്രാവശ്യോത, അതിന് 3-നും 3 പ്രത്യേകതകളുമുണ്ട്. ആ പ്രത്യേകതകളൊക്കെ എവിടെയുണ്ട്? ഇവിടെയുണ്ട്. വൈസന്നു ഷഹാദത്താനി അൽ മുത്തഖദ്ദിമത്താനി ഫിൽ വുളൂഇ, വുളൂഇൽ നമ്മൾ മുമ്പ് പറഞ്ഞ 2 ഷഹാദത്ത് കൊണ്ടുവരൽ സുന്നത്താണ്. മഅഹുമ, അതായത് ആ ഷഹാദത്തിനോട് കൂടെ എന്തൊക്കെ കൊണ്ടുവരണോ അതൊക്കെ ഇവിടെയും കൊണ്ടുവരാം. അതാ ഞാനിപ്പോ പറഞ്ഞത്. അഖബൽ വസുലി, കുളിയുടെ ഉടനെ. വഅല്ലാ യഗ്തസില ലി ജനാബത്തിൻ ഔ ഗൈരിഹ കൽ മുളൂഇ ഫീ മാഇർ റാകിദിൻ ലം യതബഹർ കനാബിയ മിൻ ഐനിൻ ഗൈറു ജാരിൻ. അങ്ങനെയാണ്. അപ്പോ വല്ല യഗ്തസിലി ജനാബത്ത്, ജനാബത്തിന് വേണ്ടിയിട്ട് അല്ല ഗൈറിന് വേണ്ടിയിട്ട്, അതായത് ജനാബത്തിന് വേണ്ടിയിട്ട്, ഗൈറന നിഫാസോ ഹൈദിനൊക്കെ വേണ്ടിയിട്ടുള്ള കുളി ഉണ്ടാവാതിരിക്കലാണ് നല്ലത്. വുളുവിനെ പോലെയായ സ്ഥിതിയിൽ എവിടെ ഉണ്ടാവാതിരിക്കൽ? ഫി മാഇർ റാകിദിൻ, കെട്ടി നിൽക്കുന്ന വെള്ളത്തില്. അതായത് ലം യതബഹർ, അതെന്തായിട്ടില്ല, അത് പിന്നെ ബഹറായിട്ടില്ല, സമുദ്രമായിട്ടില്ല എന്ന അർത്ഥത്തിലല്ല, അതിങ്ങനെ ഒഴുക്കില്ല. ആ യസീറു കസീറൻ കൽ ബഹരീൻ, അതായത് സമുദ്രത്തെ പോലെ ഇങ്ങോട്ട് അധികരിച്ചതായിട്ട്, കുളം പോലുള്ളൊക്കെ ആയാലും കുഴപ്പമില്ല, അങ്ങനെ ബഹറായിട്ടില്ല, വളരെ കുറഞ്ഞതാണ് എന്നർത്ഥം.
അപ്പൊ അതാണ് വല്ലായത്തസ്സിലെ ജനാബത്തിന്റെ വൈര ജനാബത്തോ അതല്ലാത്ത മറ്റ് നെഫാസോ ഹൈദോ പോലുള്ളതിന് കുളിക്കാതിരിക്കലാണ് ഉത്തമം. ഈ വുളു ചെയ്യുന്നത് പോലെയായ സ്ഥിതിയിൽ ഫീമായ റാക്കിദിൻ കെട്ടുനിൽക്കുന്ന വെള്ളത്തിൽ ഇല്ലം ബഹർ അത് അധികരിച്ചതായിട്ടില്ല, ബഹർ പോലെ അധികരിച്ച വെള്ളം ഉണ്ടായിട്ടില്ല. ഏതുപോലൊക്കെ നാബിയൻ ഒരു ഉറവ് പോലെ, മിൻ ഐനിൻ ചെറിയൊരു തടാകം, അതായത് ഒരു ചെറിയ പുഴയിൽ നിന്നുള്ള ചെറിയ ഒരു ഉറവ് പോലെ, ആ ഉറവ് പൊട്ടി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അത്തരം സ്ഥലങ്ങളിൽ അതേത് പറ്റില്ല, കയറ് ജാരിൻ അതേതല്ല ഒഴുക്ക് ഇല്ലാത്തതുമാണ്. അക്കരെയുള്ളയിടത്തു നിന്ന് ജനാബത്തിനോ മറ്റോ കുളിക്കാതിരിക്കലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇനി ലോ ഇർത്തസലൽ ജനാബത്തിൻ വ നഹവി ജുമുഅത്തിൻ, അല്ലെങ്കിൽ അതായത് ഒരാൾ ജനാബത്തിന് വേണ്ടി കുളിക്കാണ്, പിന്നെ അതിന് ജുമാക്ക് വേണ്ടിയിട്ടും കുളിക്കാണ്, ഇനി ഏത് പെരുന്നാൾ നിസ്കാരമുണ്ട്, അതല്ലെങ്കിൽ കുസൂഫിന് വേണ്ടിയിട്ടുള്ള കുളി, ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹനസ്കാരത്തിന് ഇങ്ങനെയൊക്കെയുള്ള കുളിക്കുമ്പോൾ ബി നിയ്യത്തിഹിമ ഇവ രണ്ടിനെയും നിയ്യത്ത് വെച്ചുകൊണ്ട് കുളിച്ചാൽ ഹസല അവ രണ്ടും കരസ്ഥമാവും. അപ്പൊ വെള്ളിയാഴ്ചന്റെ കുളിയാണ്, പെരുന്നാളിന്റെ കുളിയാണ്, രണ്ടും വെച്ചിട്ട് നിയ്യത്ത് കുളിച്ചാൽ രണ്ടും മനസ്സിലാവും. ഇനി ജനാബത്തിന്റെ കുളിയാണ്, ജുമാന്റെ കുളിയാണ്, രണ്ടും കരസ്ഥമാകുന്നതാണ്. വൈൻകാനൽ അഫ്ദൽ ഏറ്റവും ശ്രേഷ്ഠത എന്ത് തന്നെയാണ്, ഇഫ്രാദ കുല്ലിംബി വസലിൻ ഓരോ കുളി കൊണ്ട് ഓരോന്നിനെ തണിപ്പിക്കലാണ്. അതായത് പെരുന്നാളിന്റെ കുളി വേറെയൊക്കെ, ജുമാന്റെ കുളി വേറെയൊക്കെ, അതുപോലെ ജുമാന്റെ കുളി വേറെ, അതുപോലെ ജനാബത്തിന്റെ കുളി വേറെ, ഇങ്ങനെ ആക്കലാണ് ഏറ്റവും അഫ്ദൽ. ഔലി അഹദിഹിമ ഹസല ഫഖത്ത്, അതായത് അൽ അഫ്ദൽ ഇഫ്രാദ് കുല്ലിൻ ബി വസലിൻ ഓരോ കുളി കൊണ്ട് ഓരോന്നിനെ താരമാകും. ഔലി അഹദിമ രണ്ടാലും ഒന്നിനു വേണ്ടിയുള്ള കുളിയാവുമ്പോൾ ഹസല ആ അഹദ് ഹാസിലാവുന്നതാണ്. ഫഖത്ത് അത് മാത്രം ഒന്നിനെ നിയത്ത് വെച്ചുകൊണ്ട് മാത്രമാണെങ്കിൽ ഒന്ന് കരസ്ഥമാവുന്നതാണ് ഫഖത്ത്. ഇനി വലൗ അഹദസ സുമ്മ ജനബ ഒരാൾ അശുദ്ധിക്കാരനായി, സുമ്മ ജനബ പിന്നെയാണ് ജനാബത്തുകാരനായത്, അശുദ്ധിക്കാരനായിട്ട് പിന്നെ ജനാബത്തുകാരനായി, എന്നാ കഫ വസ്ലും വാഹിദ് ഒറ്റ കുളി മതി. അതായത് ഇപ്പോ രാത്രി ജനാബത്തുണ്ടായിട്ടുണ്ട്, പിറ്റേന്നാണ് ഈ പെണ്ണിന് ഇങ്ങനെ ഉണ്ടായത്. ഇനിയിപ്പോ ആ സമയം കഴിഞ്ഞിട്ട് കുളിക്കുമ്പോൾ ഒറ്റ കുളി കുളിച്ചാലും മതി, രണ്ടിനും കൂടി വേണ്ട, അല്ല കുളിയല്ല, ചെറിയ അശുദ്ധി ഉണ്ടായാൽ രണ്ടും കൂടി ഒറ്റ കുളി മതി. വലു അഹദസ ഒരാൾ മുഹദിസായി അശുദ്ധിക്കാരനായി, തുമ്മ ജനബ പിന്നെ ജനാബത്തുകാരനായി, എന്നാ കഫ വസ്ലും വാഹിദും ഒറ്റ കുളി മതിയാവുന്നതാണ്. വല്ല എനിവ് മാഹൽ വുളുവിനെ അതിന്റെ കൂടെ അവൻ കരുതിയിട്ടില്ലേലും ശരി. വലാ റത്തബ അഹു വുളുവിന്റെ അവയവങ്ങളെ അവൻ തെർത്തീബാക്കിയിട്ട് കൊണ്ടുവന്നിട്ടില്ല, വുളുവിനെ കരുതിയിട്ടില്ലെങ്കിലും ഒറ്റക്കുളി മതിയാകുന്നതാണ്. എന്നിരുന്നാലും നേരത്തെ പറഞ്ഞതുപോലെ അവിടെ അത് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മടക്കണം, കൊണ്ടുവരേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് ഭാഗത്തിൽ ഈ മുറിയുന്ന രീതിയിലുള്ള കുളിയായി രണ്ടിലും മൂന്നിലും അതില്ലാതെ വന്നാൽ അപ്പോഴും ആ വുളു നിലനിൽക്കും എന്നും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. വലാർത്തബ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇൻഷാ അല്ലാഹ്. അപ്പോ വൈൻകാനൽ അഫ്ളലു ഇഫ്രാദ കുല്ലിൻ ബിഗസ്ലും ഓരോ കുളി കൊണ്ട് ഓരോന്നിനും ഇഫ്രാദാക്കലാണ് ഏറ്റവും ശ്രേഷ്ഠത. ഔലി അഹദിഹിമ അല്ലെങ്കിൽ രണ്ടാൽ ഒന്നിന് വേണ്ടിയിട്ട് നിയത്തിച്ചു കുളിച്ചാൽ ഹസല ആ അഹദ് ഹാസിലാവും, ആ ഒന്നേ കിട്ടുള്ളൂ ഫഖത്ത്. വലു അഹദസ സുമ്മ ജനബ ഒരാൾ അശുദ്ധിക്കാരനായി, സുമ്മ ജനബ പിന്നെ ആള് ജനാബത്തുകാരനായി, നാ കഫാ വസ്ലും വാഹിദ് ഒറ്റ കുളി മതിയാവുന്നതാണ് എങ്ങനെയാണെങ്കിലും ശരി. വൈല്ല യൻവി മായ ഹുവ കുളിയോട് കൂടെ കരുതിയിട്ടില്ല, വുളു ആ വുളുവിനെ കരുതിയിട്ടില്ല. വലാറത്തബാഹു വുളുവിന്റെ അവയവങ്ങളെ അവൻ തെർത്തീബാക്കി കൊണ്ടുവന്നിട്ടില്ല, എന്നാലും സംഭവം ശരിയാവുന്നതാണ്. ഇനി ഫറൂൻ ഇനി ഒരു പ്രത്യേകമായ ഒരു മസലയാണ്. യുസന്നുലി ജുനുബിൻ വ ഹായിലും വ നുഫസാ ജനാബത്തുകാരനും ഹൈലുകാരത്തിക്കും നിഫാസുകാരത്തിക്കും സുന്നത്താണ്. ബഅദ ഹൈലുകാരിക്കും നിഫാസുകാരത്തിക്കും പോലെ രക്തം മുറിഞ്ഞതിന് ശേഷമേ ഓൽക്ക് സുന്നത്ത്, അപ്പോഴാണ് ഫസ്സുല് ഫർജിനെ കഴുകൽ ഏതാണ് സുന്നത്താണ്. വുളു ഉണ്ടാക്കണം ലിനൗമിൻ ഉറക്കിന് വേണ്ടിയിട്ട്, ഉറങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണെങ്കിൽ ജനാബത്തുകാരനായിട്ടുണ്ടെങ്കിൽ എന്നാണ് വുളു ഉണ്ടാക്കൽ സുന്നത്താണ്. ഹൈലുകാരത്തെയോ നിഫാസുകാരത്തെയോ ആണെങ്കിൽ അത് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹൈലും നിഫാസും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴല്ല, അത് മുറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കും രാത്രിയാണ്, അപ്പുറം ഉണ്ടാക്കിയിട്ട് കിടക്കാം, അതാണ് കുളിക്കുന്നതിന് മുമ്പ്. ഇപ്പൊ വുളു ലിനൗമിൻ ഉറക്കിന് വേണ്ടിയിട്ട് ഏത് വേണം, ഒരു വുളു എടുക്കണം. വാക്കിലിന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കൽ വുളു എടുക്കുക. അപ്പൊ ഷുർബിൻ എന്തെങ്കിലും വെള്ളം കുടിക്കണമെങ്കിലൊക്കെ വുളു എടുക്കൽ സുന്നത്താണ്. ഈ പറഞ്ഞതിൽ നിന്ന് വുളു കൂടാതെ ഏതെങ്കിലും ഒന്ന് എടുക്കുക എന്ന പ്രവർത്തിക്കൽ കറാഹത്ത. വയുക്രോഫീൽ കുഷയും ഒരു വസ്തുവിനെ പ്രവർത്തിക്കൽ കറാഹത്താണ്. എന്താലിക്ക ഈ മദ്കൂറിൽ നിന്ന്, അതായത് നോമ് അതുപോലെ തന്നെ അക്കല് ഷുർബ് പറഞ്ഞല്ലോ, ആ പറഞ്ഞതിൽ നിന്നും ഒന്നിനെ ചെയ്യൽ കറാഹത്താണ് ബിലാവുദ് വുളു കൂടാതെ. ഇനിയൊരു കാര്യം, ജനാബത്തുണ്ടായി
അല്ലെ ഹൈദ് രക്തം മുറിഞ്ഞു, നിഫാസ് രക്തം മുറിഞ്ഞു എന്നാ അവർക്ക് നിർബന്ധാണ് ഓല് കുളിക്കുന്നത് വരെ ശരീരത്തിലെ നഖമോ മുടിയോ നീക്കാൻ പാടില്ല. കാരണം നീക്കിയാൽ അതുമുള്ള ജനാബത്ത് അല്ലെങ്കിൽ ഹൈദ് നിഫാസ് ഉയർന്നിട്ടില്ല, അത് നാളെ ആഖിറത്തിൽ വരുമെന്നാണ് ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. അതേ സമയത്ത് ഹൈദ് കാലത്ത് നിഫാസ് കാലത്ത് 5-6 ദിവസം ഇടണ്ട്, അതിലിടക്ക് അവർ തലയിൽ മുടിയോ മറ്റോ കൊഴിഞ്ഞു പോന്നു, അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് അവർക്ക് നഖം മുറിക്കേണ്ടി വന്നു. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യാം? അത് കഴുകിയിട്ട് നമുക്ക് കുഴിച്ചിടാം. അതല്ല ഒരു എഹ്തിയാത്തിന് പഴമക്കാരെന്ത് ചെയ്തിരുന്നു, അതെടുത്ത് വെച്ചിട്ട് പിന്നെ വുജൂബായ കുളിക്കുമ്പോൾ കഴുകി വെച്ചിരുന്നു. അങ്ങനെ വേണമെങ്കിൽ സൂക്ഷിച്ചു വെക്കുന്നതിന് കുഴപ്പമില്ല, ഒരു സൂക്ഷ്മത എന്നേ ഉള്ളൂ. പക്ഷെ നിർബന്ധമൊന്നുമില്ല. നിർബന്ധം എപ്പോഴാണ് വരുന്നത്? ഇത് മുറിഞ്ഞതിന് ശേഷമാണ് വുജൂബുള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. വയമ്പകൈ അല്ല യുസീലു, ഈ ജുനൂബ് ജനാബത്തുകാരനെ ഹൈദാത്ത് നിഫാസുകാരത്തെ നീക്കാതിരിക്കൽ അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ നിർബന്ധമാണ്. ഖബിലൽ ഗുസ്രി കുളിക്കുന്നതിന് മുമ്പ് നീക്കാതിരിക്കൽ നിർബന്ധമാണ്. എന്ത്? ഷാറൻ മുടിയെ, വലുഫുറൻ നഖത്തിന്, വക്കഥ ഇതേപോലെ തന്നെ ദമൻ രക്തത്തിന്, ഇപ്പൊ കൊമ്പ് വെച്ചതോ മറ്റോ കാട്ട് രക്തം ഉണ്ടാവുമല്ലോ, അതും നീക്കാൻ പാടില്ല. കാരണം അന്നദാലിക, ഈ പറയപ്പെട്ട ഓരോന്നും യുറദ്ദു ഫിൽ ആഖിറത്തി ജുനുബ, ജനാബത്തുകാരനായിട്ട് ആഖിറത്തിൽ മടക്കപ്പെടുന്നതാണ് എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെയും അപ്പോൾ ചെയ്യാൻ പാടില്ല. പിന്നെ മുഖമൊക്കെ ഒന്ന് താടി മറ്റോ ശരിയാക്കുമ്പോൾ മുഖത്തിൻ്റെത് ഞാൻ വീട്ടുന്നു എന്ന് കരുതിയിട്ട് ആ മുഖം കഴുകിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. എന്നാലും ഏറ്റവും ഉത്തമം എന്താണ്? കുളി കഴിഞ്ഞതിന് ശേഷം ചെയ്യലാണ്. അതാണ് മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ്. അപ്പൊ ബാക്കി ഭാഗം നമുക്ക് നാളെ ശ്രദ്ധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഖൈറിനെ പറയാനും കേൾക്കാനും പ്രവർത്തിക്കാനും പ്രായോഗികമാക്കാനും റഹ്മാൻ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ദുആയോടെ എല്ലാവരുടെ ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.